ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബി എ ട്യൂട്ടോറിയൽ. ഇന്ന് ഞാൻ എത്തിയേക്കുന്നത് ഒരു മോക്ക് ടെസ്റ്റുമായിട്ടാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഈ ചാനലിൽ ഞാൻ ചെയ്തിരുന്നു കുറച്ചധികം സൈക്കോളജി റിലേറ്റഡ് പോർഷൻസ് ഒരൊറ്റ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടൊരു 2 വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിവിഷൻ മോക്ക് ടെസ്റ്റാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതോടൊപ്പം തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് പോയാലോ. അതിന് മുന്നേ ഈ മോക്ക് ടെസ്റ്റാണ് നമ്മുടെ ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം കാണുന്നതെന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഏത് പോർഷൻ പഠിച്ചിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടതെന്നുള്ളത്, ഈ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് പോയി കണ്ടതിന് ശേഷം ഒന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ നമ്മളുടെ മോക്ക് ടെസ്റ്റിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഫോർമേറ്റീവ് ഇവാലുവേഷൻ? Asking questions during teaching, conducting class test, conducting annual exam, assessing portfolios. ആൻസർ ഏതാണ്? ഫോർമേറ്റീവ് ഇവാലുവേഷനകത്ത് വരാത്തത് ആനുവൽ എക്സാം ആണല്ലേ. ആനുവൽ എക്സാം എന്താണ്? സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണ്. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം, ടീച്ചിങ് ത്രൂ ഇൻഡക്റ്റീവ് മെത്തേഡ്, ഫ്രം ഈസി ടു ഡിഫിക്കൾട്ട്, from specific to general, from general to specific, from process to product. ആൻസർ ഏതാണ്? ആൻസർ ആണ് സ്പെസിഫിക് ടു ജനറൽ. നമ്മൾ ഒരുപാട് കോഡൊക്കെ പഠിച്ചതാണല്ലേ, അത് പറയാൻ വീണ്ടും പറഞ്ഞത് ബോറാക്കുന്നില്ല. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഇൻട്രിൻസിക് മോട്ടിവേഷൻ. എ ടീച്ചർ പ്രൈസിങ് സ്റ്റുഡൻസ് വെൻ ഷീ റേസസ് ഹെർ ഹാൻഡ്, appreciating a gratitude with honor, trying out for the high school basketball team, running a marathon to support cancer patients. ആൻസർ ഇവിടെ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. റണ്ണിങ് മാരത്തോൺ ടു സപ്പോർട്ട് ക്യാൻസർ പേഷ്യൻസ് ആണ്. ഇൻട്രിൻസിക് മോട്ടിവേഷനെ കുറിച്ചിട്ടാണ് ചോദിച്ചേക്കുന്നത്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് വെച്ചാൽ ബാഹ്യമായ ഒന്നും അട്രാക്റ്റ് ചെയ്യാതെ നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഇവിടെ പറയുന്ന ബാക്കി 3 കാര്യങ്ങളും എന്താണ്? എക്സ്ട്രിൻസിക് ആണ് ഇല്ലേ, പുറമേ നിന്നുള്ള കാര്യങ്ങളാണ്. ക്യാൻസർ പേഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാരത്തോണിൽ പങ്കെടുക്കുക എന്നുള്ളത് എന്താണ്? നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ ഇൻട്രിൻസിക് ആയിട്ടുള്ളൊരു മോട്ടിവേഷനാണ്. ഇനി അടുത്ത 4ാമത്തെ ചോദ്യം, ടെസ്റ്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ സ്റ്റുഡൻസ് ഡിഫിക്കൽട്ടീസ്. പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ആൻസർ ഏതാണ്? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? കുട്ടിയുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും, കുട്ടി എത്രത്തോളമാണ് ലേൺ ചെയ്തത് അല്ലെങ്കിൽ ഒരു കണ്ടന്റിൽ എത്രത്തോളം കുട്ടിക്ക് അറിയാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റുമാണ്. ഇനി അടുത്ത 5ാമത്തെ ചോദ്യം, വൈൽ ടീച്ചിങ് ദി കോൺസെപ്റ്റ് മെറ്റൽ എന്നുള്ളൊരു കോൺസെപ്റ്റിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. ടീച്ചർ പ്രൊവൈഡ്സ് ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ആൻഡ് മേക്ക് ദ സ്റ്റുഡൻസ് ടു അറൈവ് അറ്റ് എ ഡെഫിനിഷൻ ഓഫ് ദി കോൺസെപ്റ്റ് ബൈ അനലൈസിങ് ദി ക്യാരക്ടറിസ്റ്റിക്സ്. ഹിയർ ദ ടീച്ചർ എംഫസൈസസ് ഇൻഡക്റ്റീവ് അപ്രോച്ച്, ഇൻഡ്യൂറ്റീവ് അപ്രോച്ച്, അനലറ്റിക് അപ്രോച്ച്, ഡിഡക്റ്റീവ് അപ്രോച്ച്. ആൻസർ എന്താണ്? ആൻസർ ഇൻഡക്റ്റീവ് അപ്രോച്ചാണ് ഇല്ലേ. അതായത് എക്സാമ്പിളുകളിൽ നിന്നും ആ കോൺസെപ്റ്റിൻ്റെ ഡെഫിനിഷനിലേക്ക് കുട്ടി എത്തുകയാണ് ഇല്ലേ. ഡെഫിനിഷനിലേക്കും അതിൽ നിന്നും കോൺസെപ്റ്റിലേക്കും ഒക്കെ എത്തുന്നു. അതെന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സാമ്പിളിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ അത് ഏതാണ്? അത് ഇൻഡക്റ്റീവാണ്. ഇനി അടുത്ത് 6ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ടെസ്റ്റ് can be used for assessment of difficulties in learning experienced by students? Performance test, diagnostic test, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്. ആൻസർ ഏതാണ്? അത് ഏതാണ്? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ ചോദിച്ചേക്കുന്നതേ ഉള്ളൂ ഇല്ലേ. ഇവിടെ എന്താ പറഞ്ഞത്? ഡിഫിക്കൽട്ടീസ്, ലേണിംഗ് ഡിഫിക്കൽട്ടീസ്. ഒരു കുട്ടിക്ക് പഠനത്തിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ലേണിംഗ് ഡിഫിക്കൽട്ടീസിനെ അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു. അതേതാണ്? അത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. ഇനി അടുത്ത് 7ാമത്തെ ചോദ്യം, motivation comes from within the students or from factors inherent in the task being performed is called
intrinsic motivation, extrinsic motivation, reinforcement, feedback. ആൻസർ ഏതാണ്? ആൻസർ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്. ഇല്ല, ഇവിടെ പറയുന്നുണ്ടല്ലോ വിത്തിൻ ദി മോട്ടിവേഷൻ കംസ് വിത്തിൻ ദി സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നുണ്ട് അല്ലേ. കുട്ടിയിൽ നിന്ന് തന്നെ വന്ന മോട്ടിവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്? ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്. ഇനി അടുത്ത 8ാമത്തെ ചോദ്യം. എ ടീച്ചർ ആസ്ക് ചിൽഡ്രൻ ടു റീച്ച് എ കൺക്ലൂഷൻ ആഫ്റ്റർ ഗിവിംഗ് എ സീരീസ് ഓഫ് എക്സാമ്പിൾ ഓഫ് എ പ്രിൻസിപ്പിൾ. This approach can be termed as deductive approach, inductive approach, insightful approach, inducto-deductive approach. ആൻസർ ഇതാണ്. ആൻസർ ഇൻഡക്റ്റീവ് അപ്രോച്ച് ആണ്. കാരണം എന്തുകൊണ്ട്? നമ്മൾ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ടീച്ചർ ഒരു സെറ്റ് ഓഫ് എക്സാമ്പിൾസ് കൊടുത്തതിന് ശേഷം കുട്ടിയെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറയുകയാണ് അല്ലേ. അപ്പോൾ അത് ഏതാണ്? അത് ഇൻഡക്റ്റീവ് അപ്രോച്ചാണ്. ഇനി അടുത്ത് 9ാമത്തെ ചോദ്യം. റിമൂവൽ ഓഫ് ദി unpleasant stimulus to increase the probability of occurrence of a response. Positive reinforcement, negative reinforcement, basic reinforcement, secondary reinforcement. ആൻസർ ഏതാണ്? ഇത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണല്ലേ. അതായത് അൺപ്ലസൻറ്റ് സ്റ്റിമുലിയെ റിമൂവ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ എന്താണ് ഒരു റെസ്പോൺസിനെ വളർത്തിയെടുക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് എന്താണ്? ഒരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഇനി അടുത്ത് 10ാമത്തെ ചോദ്യം. വിച്ച് ആൻസർ ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ക്രിയേറ്റീവ് തിങ്കിങ്? പ്രോഡക്റ്റ് ഓഫ് കൺവേർജൻറ്റ് തിങ്കിങ്, പ്രോഡക്റ്റ് ഓഫ് ഡൈവേർജൻറ്റ് തിങ്കിങ്, പ്രോഡക്റ്റ് ഓഫ് റീസണിങ്, പ്രോഡക്റ്റ് ഓഫ് മെറ്റാ കോഗ്നിറ്റീവ് തോട്ട്സ്. ആൻസർ ഏതാണ്? ആൻസർ ഡൈവേർജൻറ്റ് തിങ്കിങ് ആണല്ലേ. പ്രോഡക്റ്റ് ഓഫ് ഡൈവേർജൻറ്റ് തിങ്കിങ് ആണ് ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റിയ ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഓർമ്മിച്ചോളണം, ക്രിയേറ്റീവ് തിങ്കിങ് ആണ് എന്നുണ്ടെങ്കിൽ ഡൈവേർജൻറ്റ് തിങ്കിങ് ആണ് എന്നുള്ളത്. ഇനി അടുത്ത് 11ാമത്തെ ചോദ്യം. When we make the use of many experiences and examples for arriving at a generalized the principal conclusion, it is known as inductive reasoning, hypothetico deductive reasoning, deductive reasoning, transductive reasoning. ആൻസർ ഏതാണ്? ആൻസർ ഇൻഡക്റ്റീവ് റീസണിങ് ആണ്. നോക്കിക്കേ, പല രീതിയിൽ ചോദിച്ചിട്ടുണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്കിത് ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോർഷൻസ്. ഇപ്പോൾ ഈ ഒരു 25 ചോദ്യങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്ത ചോദ്യങ്ങളാണ്. അപ്പം നമ്മൾക്കൊന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു പോർഷൻ, ആ ഒരു വീഡിയോ പഠിക്കുന്നത് വഴി നമ്മൾ എത്ര ചോദ്യത്തിന് അവിടെ ആൻസർ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കിക്കേ. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ വരുന്നത്? ഇൻഡക്റ്റീവ് റീസണിങ് ആണ്. 12ാമത്തെ ചോദ്യം. ദ ടെൻഡൻസി ഫോർ ന്യൂ ലേണിംഗ് interference the previous learning is called encoding failure, retroactive inhibition, proactive inhibition, repression. ആൻസർ ഏതാണ്? റെട്രോആക്റ്റീവ് ഇൻഹിബിഷൻ ആണ് ഇല്ല. ഇവിടെ എന്താ പറയുന്നത്? പുതുതായിട്ട് പഠിച്ചത് ന്യൂ ലേണിംഗ് ഇൻ്റർഫിയറൻസ് ദി പ്രീവിയസ് ലേണിംഗ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അത് ഏതാണെന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ. റെട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ ആണെന്ന് പഠിച്ചിട്ടുണ്ട് ഇല്ലേ. 13ാമത്തെ ചോദ്യം. ഇമാജിൻ യു ആർ ബൈസൈക്ലിംഗ് ഇൻ എ റേസ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ആൻ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ഫോർ ദിസ് ആക്ടിവിറ്റി? Biking to enjoy the fresh air, raising money for charity you believe in, crowds cheering when you get a trophy, to increase your health through exercise. ആൻസർ ഇവിടെ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഇവിടെ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നതല്ലേ. പുറമേ നിന്നുള്ള ഒരു മോട്ടിവേഷൻ എന്താണ്? നമ്മൾ ട്രോഫി മേടിക്കുമ്പോൾ ആൾക്കാർ അപ്ലോസ് ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മൾക്ക് ചെറിയൊരു മോട്ടിവേഷൻ അല്ലല്ലോ. അപ്പോൾ ഇതെന്താണ്? ഒരു എക്സ്ട്രിൻസിക് ആണ്, പുറമേ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷനാണ്. ബാക്കി ഇവിടെ പറയുന്നതെല്ലാം ഇൻട്രിൻസിക് മോട്ടിവേഷനെ കുറിച്ചിട്ടാണ്. ഇത് മാത്രമാണ് ഇവിടെ എക്സ്ട്രിൻസിക് മോട്ടിവേഷനായിട്ട് പറയുന്നത്. ഇനി അടുത്ത് 14ാമത്തെ ചോദ്യം. അക്കോർഡിംഗ് ടു ഗുൾഫോർഡ്, creativity is based on intelligence, insight thinking, convergent thinking, divergent thinking. ആൻസർ ഏതാണ്? ആൻസർ ഡൈവേർജൻറ്റ് തിങ്കിങ് ആണില്ലേ. നമുക്കറിയാമല്ലോ ക്രിയേറ്റിവിറ്റി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഡൈവേർജൻറ്റ് തിങ്കിങ്ങുമായിട്ടാണ്. ഇനി അടുത്ത 15ാമത്തെ ചോദ്യം. What type of evaluation identify the learning deficiencies and difficulties of the learner? Placement, formative, diagnostic, summative.
ആൻസർ ഇതാണ്. ആൻസർ ഡയഗ്നോസ്റ്റിക് ആണ് ഇല്ലേ. അപ്പോൾ ഡയഗ്നോസ്റ്റിക് എന്ന് വെച്ചാൽ ലേണിംഗ് ഡെഫിഷ്യൻസീസ്, ലേണിംഗ് ഡിഫിക്കൽട്ടീസ് മനസ്സിലാക്കാൻ. ഇനി അടുത്ത് 16ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഫോർമേറ്റീവ് ഇവാലുവേഷൻ ടൂൾ? അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, അസസ്മെൻറ്റ് ആസ് ലേണിംഗ്, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, ലേണിംഗ് ഫോർ അസസ്മെൻറ്റ്. ആൻസർ ഇതാണ്. ഫോർമേറ്റീവ് ഇവാലുവേഷൻ ടൂൾ എന്ന് പറയുന്നത് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ആണ് അല്ലേ. ടീച്ചറിന് തന്നെ എന്താണ് ടീച്ചിങ്ങിൽ വ്യത്യാസം വരുത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫോർമേറ്റീവ് ഇവാലുവേഷൻ ടൂളായിട്ടൊക്കെ ഉപയോഗിക്കുന്നതിനെ പറയുന്ന പേരാണ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്നുള്ളത്. ഓക്കെ, അടുത്ത 17ാമത്തെ ചോദ്യം. ഗ്രേഡ്സ് ദാറ്റ് ആർ അസൈൻഡ് അക്കോർഡിംഗ് ടു കട്ട് ഓഫ് ലെവൽസ് ഡിസൈഡ്സ് ബിഫോർ ദി സ്റ്റാർട്ട് ഓഫ് ദി കോഴ്സ് as known as absolute grading, relative grading, direct grading, comparative grading. ആൻസർ ഇതാണ്. അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ് ഇല്ലേ. അതായത് നമുക്കറിയാലോ ഒരു കട്ട് ഓഫ് ലെവലിൽ നിന്നുകൊണ്ട് ഒരു കുട്ടിയുടെ ഗ്രേഡ് നിശ്ചയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അപ്പം നമ്മൾ പഠിച്ചതാണ് ഇല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ്. പഠിക്കാത്തവരും അറിഞ്ഞൂടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണണേ. അടുത്ത 18ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ സമ്മേറ്റീവ് ഇവാലുവേഷൻ ടൂൾ? അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, അസസ്മെൻറ്റ് ആസ് ലേണിംഗ്, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, ലേണിംഗ് ഫോർ അസസ്മെൻറ്റ്. ആൻസർ ഇതാണ്. സമ്മേറ്റീവ് ഇവാലുവേഷൻ ടൂൾ എന്ന് പറയുന്നത് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ആണ്. പക്ഷേ നമ്മൾ പഠിച്ചപ്പോൾ സമ്മേറ്റീവ് ഇവാലുവേഷൻ ടൂളാണെന്ന് പറഞ്ഞിരുന്നില്ല. പക്ഷേ എന്നാലും പറഞ്ഞിരുന്നല്ലോ ആനുവൽ എക്സാം നടത്തുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആനുവൽ എക്സാം ഒക്കെ നടത്തുന്നത് ഏതാണ്? അസസ്മെൻറ്റ് സമ്മേറ്റീവ് ഇവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലേ. അപ്പോൾ സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ആനുവൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതെന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഒരു അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ആണ്. അടുത്ത 19ാമത്തെ ചോദ്യം. Teaching through deductive method is from easy to difficult, from specific to general, from general to specific, from process to product. ഡിഡക്റ്റീവ് അപ്രോച്ച് എന്താണ്? ജനറൽ ടു പർട്ടിക്കുലർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പർട്ടിക്കുലറിന് പകരം ഇവിടെ സ്പെസിഫിക് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആൻസർ ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ഇനി അടുത്ത 20ാമത്തെ ചോദ്യം. A teacher who tries to apply social constructivism in classroom is using collaborative learning, brainstorming, stimulation, questioning. ആൻസർ എന്താണ്? ആൻസർ കൊളാബറേറ്റീവ് ലേണിംഗ് ആണ് ഇല്ലേ. കൊളാബറേറ്റീവ് ലേണിങ്ങിനെ കുറിച്ചൊക്കെ പഠിച്ചതാണ് അല്ലേ. അതൊരു സോഷ്യൽ കൺസ്ട്രക്റ്റിവിസവുമായി ബന്ധപ്പെട്ട ഒരു മെത്തേഡാണ്. ഇനി അടുത്ത 21ാമത്തെ ചോദ്യം. Behavior that is driven by internal reward is known as primary motivation, intrinsic motivation, extrinsic motivation, secondary motivation. ആൻസർ ഇതാണ്. ആൻസർ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്. ഇൻറ്റേർണൽ റിവാർഡിന് വേണ്ടിയിട്ടാണ്. അതാണെങ്കിൽ എന്താണ്? നമ്മളുടെ ഇൻട്രിൻസിക് മോട്ടിവേഷനാണ്. ഇനി അടുത്ത 22ാമത്തെ ചോദ്യം. കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എംഫസൈസസ് ഡിഡക്റ്റീവ് അപ്രോച്ച്, inductive approach, analytic approach, inductive approach. കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്താണ്? ഇൻഡക്റ്റീവ് അപ്രോച്ചാണ് ഇല്ലേ. കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. എന്താണ്? കുറേയധികം എക്സാമ്പിളുകളിലൂടെ ഒരു കോൺസെപ്റ്റിലേക്ക് കുട്ടിയെ എത്തിക്കുകയാണ് ഇല്ലേ. അപ്പോൾ എക്സാമ്പിളുകളിൽ നിന്നും കോൺസെപ്റ്റിലേക്ക് പോകുന്നു. അപ്പോൾ ഏതാണത്? ഇൻഡക്റ്റീവ് അപ്രോച്ചാണ്. ഇനി അടുത്ത 23ാമത്തെ ചോദ്യം. ഡാഷ് ഈസ് എ തിയറി റിലേറ്റഡ് ടു ദ പ്രോസസ് ഓഫ് ഫോർഗെറ്റിംഗ്. ഈ പറയുന്നവയിൽ ഫോർഗെറ്റിങ്ങുമായിട്ട് മറവിയുമായിട്ട് ബന്ധപ്പെട്ട തിയറി ഏതാണ് എന്നുള്ളതാണ്. നീഡ് റിഡക്ഷൻ തിയറി, ഇൻറ്റർഫിയറൻസ് തിയറി, റീഇൻഫോഴ്സ്മെൻറ്റ് തിയറി, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി. ആൻസർ ഏതാണ്? ഇൻറ്റർഫിയറൻസ് തിയറിയാണ് അല്ലേ. ഇൻറ്റർഫിയറൻസ് തിയറി എന്ന് വെച്ചാൽ ഫോർഗെറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട തിയറിയാണ്. ഇനി അടുത്ത 24ാമത്തെ ചോദ്യം. സ്റ്റിമുലേഷൻ ദാറ്റ് ഡ്രൈവ്സ് ആൻ ഇൻഡിവിജ്വൽ ടു അഡോപ്റ്റ് ഓർ ചേഞ്ച് എ ബിഹേവിയർ for his or her own internal satisfaction for fulfillment is primary motivation, secondary motivation, extrinsic motivation, intrinsic motivation. ആൻസർ ഏതാണ്? ഇൻട്രിൻസിക് മോട്ടിവേഷൻ. എത്ര ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിക്കേ. ഇനി അടുത്ത 25ാമത്തെ ചോദ്യം. ദ ടെൻഡൻസി ഫോർ പ്രീവിയസ് ലേണിംഗ് ടു ഇൻഹിബിറ്റ് ദ റീകോൾ ഓഫ് ലേറ്റർ ലേണിംഗ് ഈസ് കോൾഡ് എൻകോഡിംഗ് ഫെയിലിയർ, retroactive inhibition, proactive inhibition, repression.
ആൻസർ ഇതാണ്. പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ ആണ് ഇല്ലേ. അതായത് പ്രീവിയസ്ലി ലേൺ ചെയ്ത കാര്യം പുതുതായിട്ട് പഠിച്ച ഒരു കാര്യത്തെ ഇൻഹിബിറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇല്ലേ. അപ്പോൾ എന്താണ് അതിനെ പറയുന്ന പേരാണ് പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. 26ാമത്തെ ചോദ്യം. വിച്ച് ഈസ് ദ ഫോളോവിങ് ഈസ് റെഫേർഡ് ടു സെൽഫ് അസസ്മെൻറ്റ്? അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, അസസ്മെൻറ്റ് ആസ് ലേണിംഗ്, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, ലേണിംഗ് ഫോർ അസസ്മെൻറ്റ്. സെൽഫ് ഇവാലുവേഷൻ ടൂളാണ് എന്ന് പഠിച്ചു ഇല്ലേ. നമ്മൾ സെൽഫ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് അസസ്മെൻറ്റ് ആസ് ലേണിംഗ് ആണ്. എത്രത്തോളം യൂസ്ഫുള്ളായി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും ആ ഒരു വീഡിയോ പഠിച്ചു പോയാൽ നിങ്ങൾക്കൊരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ഉറപ്പാണ്. ഒന്നാമത്തേന്ന് വെച്ചാൽ ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് മെത്തേഡ് ഷുവറായിട്ടും അതിൽ നിന്ന് ചോദിച്ചിരിക്കും. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. ക്രിയേറ്റിവിറ്റിയും ഡൈവേർജൻ്റ് തിങ്കിങ്ങും തമ്മിലുള്ളത് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ അത് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. പിന്നെ ഫോർമേറ്റീവ് ഇവാലുവേഷനും സമ്മേറ്റീവ് ഇവാലുവേഷനുമായിട്ടുള്ളത് ഉറപ്പായിട്ടും ഒരു 4-5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് വീഡിയോയ്ക്കായി കാത്തിരിക്കുക. നെക്സ്റ്റ് റിവിഷൻ ടോപ്പിക് ഉടനെ തന്നെ അറിയിക്കും. അതുവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം ജസ്ന.